ഈ തെരഞ്ഞെടുപ്പ് രണ്ട് കാരണങ്ങളാൽ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ സദ്ഭരണത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമായിട്ട് മാറാൻ പോവുകയാണ്. രാജ്യവ്യാപകമായിട്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വീണ്ടും ഒരിക്കൽ കൂടി സർക്കാർ രൂപീകരിക്കും എന്നുള്ള ഒരു ധാരണ, ഒരു വിശ്വാസം രാജ്യവ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ടാകും. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, ആ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുതാൻ കൂടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്തും. ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്ത, ആ വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം കേരളത്തിലെ സർക്കാർ സുപ്രീം കോടതിയിൽ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന് കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാൻ പോയതിന് കപിൽ സിബലിന് നൽകാൻ 2 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തന്നെ അപഹസിക്കുന്നതിന് തുല്യമാണ്. 75 ലക്ഷം കൊടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് ഇനി കൊടുക്കാൻ പോകുന്നു. ഇത് ഒരു കേസിന്റെ കാര്യമാണ്. ഇനിയിപ്പോൾ രാഷ്ട്രപതിക്കെതിരായിട്ട് വേറെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിനും കോടികൾ ചെലവാക്കും. ഒരു വശത്ത് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല, 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാർ നിങ്ങളുടെയും എന്റെയും നികുതി പണത്തിൽ നിന്ന് ആ പണമെടുത്ത് 2 കോടി രൂപ അഭിഭാഷകർക്ക് നൽകാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഏത് തരത്തിലാണ് ഈ സർക്കാർ കാണുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ്. പണ്ടത്തെ ചില തറവാട്ട് കാരണവന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവര് വ്യവഹാരം നടത്തി കോടതി കയറി തറവാട് മുടിച്ച കഥകൾ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് കോടതി കയറി വ്യവഹാരം നടത്തി അഭിഭാഷകർക്ക് വേണ്ടി, വക്കീലന്മാർക്ക് വേണ്ടി പണം ചെലവാക്കി കേരളത്തെ മുടിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത്. കേരളത്തിലെ ജനങ്ങൾ അതിനോട് പ്രതികരിക്കാൻ, അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൽ കേരളത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. കേരള സർക്കാർ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞിരുന്നത് 54,000 കോടിയുടെ കണക്ക്, 57,000 കോടിയുടെ കണക്ക്, ഇതൊക്കെയാണ്. അവസാനം കോടതിയിൽ പോയത് GSDPയുടെ 3% കൂടുതൽ കടമെടുക്കാൻ FRBM ആക്ട് മറികടന്നുകൊണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. സുപ്രീം കോടതി അനുവദിച്ചില്ല. 22,000 കോടിക്ക് വേണ്ടിയിട്ടാണ് പോയത്. അവസാനം സുപ്രീം കോടതി പറഞ്ഞു 13,000 കോടിയുടെ അത് കൊടുത്തോളാൻ. 13,000 കോടിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. 13,000 കോടി ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ സംസാരിച്ച് തീർക്കാവുന്ന വിഷയമായിരുന്നു. കേന്ദ്ര സർക്കാർ 13,000 കോടി നൽകാമെന്ന് നേരത്തെ അംഗീകരിച്ചതാണ്. ഇപ്പൊ എന്തുണ്ടായി? ഈ 2 കോടി ചെലവാക്കിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി? ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ തറവാട് മുടിക്കുന്ന കാരണവന്മാരുടെ ശൈലിയിൽ കേരളത്തെ മുടിക്കുന്ന ഈ പിണറായി സർക്കാർ, ആ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്തിന് വേണ്ടി കൂടി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ പ്രയോജനപ്പെടുത്തും.